ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കാര്യത്തിലുള്ള ഇഷ്ടങ്ങളും വ്യത്യാസമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ നോക്കുവാണെങ്കിലും അതിനൊക്കെ ഓരോരുത്തർക്കും ഓരോ ഷേപ്പാണ്, ഓരോ വലിപ്പമാണ്, ഓരോ നിറമാണ്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചും ചില പ്രത്യേകതകളുണ്ട്. ലൈംഗികത കൂടുതലും ഇഷ്ടപ്പെടുന്നവരും അതിനെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നവരായിരിക്കും ഈ കാറ്റഗറിയിലുള്ളവർ കൂടുതലും. അന്നേരം അവർക്ക് അവരുടേതായിട്ടുള്ള ചില സങ്കല്പങ്ങൾ കാണും, ഇതിനകത്ത് ചില ഫാൻറ്റസികൾ കാണും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാം ഉണ്ടല്ലോ, നമുക്കിഷ്ടപ്പെട്ട കാറ്റഗറി ആയിരിക്കും നമ്മൾ കൂടുതലും കാണുന്നത്. അതുപോലെ സ്വയം ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രോഡക്റ്റ് കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ, വിവാഹത്തിനൊക്കെ മുമ്പ് തന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ കാറ്റഗറി ആയിരിക്കും അവർക്ക് കൂടുതലിഷ്ടം. അതുപോലെ പങ്കാളികളെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകതകൾ എന്താണ്, അതും സ്ത്രീകളെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള സംതൃപ്തമായിട്ടുള്ള ജീവിതമാണ് പങ്കാളിയായിട്ടുള്ളതെങ്കിൽ അവരുടെ സൈസിനെ കൂടുതലും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ അവരുടെ അവയവത്തിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ്, നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ളതാണോ, ലൂബ്രിക്കേഷൻ നന്നായിട്ടുള്ളതാണോ, അതും വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മളൊരു പ്രത്യേക കാറ്റഗറി കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ സൈക്കോളജിക്കലായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഫസ്റ്റ് എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണ് കേട്ടോ. അത് പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ ആ രീതിയിലായിരിക്കും ബ്രെയിനിൽ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ക്രമേണ ആ കാറ്റഗറി ഇഷ്ടപ്പെടാൻ തുടങ്ങും, സെർച്ച് ചെയ്യാൻ തുടങ്ങും, നമ്മൾ അറിയാതെ തന്നെ. ചിലർക്ക് വണ്ണം ഉള്ളവരെ ഇഷ്ടം, ചിലർക്ക് സ്ലിം ബ്യൂട്ടി ഇഷ്ടം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കാറ്റഗറി ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലരെ സംബന്ധിച്ച് വളരെ സോഫ്റ്റ് നേച്ചറാണല്ലോ, ചിലരങ്ങനല്ല, വളരെ ഹാർഡാണ്. അതുപോലെ തന്നെ മധുരമുള്ള നൊമ്പരം എന്നൊക്കെ പറയത്തില്ലേ, അത് ഇഷ്ടപ്പെടുന്നവർ ഈ കാറ്റഗറി ഉള്ളവരായിരിക്കും. ആക്ച്വലി ഫിസിക്കൽ ബോഡിയുടെ പ്രത്യേകത വെച്ചിട്ട് ഈ കാറ്റഗറിയിലുള്ളവർക്കെല്ലാം വലിപ്പമുള്ളതാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നല്ല ഷേപ്പുള്ളവരെ സംബന്ധിച്ച് അവർ കൂടുതലും ഈ കാറ്റഗറി ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു സന്തോഷമുള്ള അനുഭവമാക്കി മാറ്റണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അവരും ഈ കാറ്റഗറി ഉള്ളതായിരിക്കും. അതുപോലെ ഉറപ്പായിട്ടും ഈ കാറ്റഗറി വരുന്ന മറ്റൊരു വിഭാഗമുണ്ട്, വാഗോണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ഒരാളെയും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ വേണം. ഇപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരാളിലുണ്ട്, പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മൾ വെറുക്കുന്ന പല കാര്യങ്ങളും അയാളിലുണ്ടെങ്കിലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് പല കാര്യങ്ങളോട് ഒത്തു വന്നെങ്കിലേ ഒരു സ്ത്രീക്ക് സംതൃപ്തി കിട്ടത്തുള്ളൂ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.